ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിഞ്ചുമ. അപ്പോൾ SSC CGL 2026, അപ്പോൾ 2026 CGL കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലേ, ഹൗ ടു ഇംപ്രൂവ് ബേസിക് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മുടെ CGL ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷൻ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ടയറിൽ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ളതും ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പം പലർക്കും ഇംഗ്ലീഷിന് നെഗറ്റീവ് കൂടുതൽ അടിക്കുന്നത് ഇംഗ്ലീഷ് പോർഷനാണ് അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് അടുത്ത CGLലേക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ നമുക്ക് തുടങ്ങാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ SSC CGL നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 2025 CGLൻ്റെ ഡേറ്റ് പോലും വന്നിട്ടില്ല. അപ്പോൾ 25 കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടത്തുക. ഉടനെ തന്നെ എക്സാം ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 2026 CGL, അടുത്ത വർഷത്തെ CGL ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങുന്നവർക്ക്, സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ 2026 CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഏതാണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഏപ്രിൽ ടൈമാണ്. എല്ലാ വർഷവും ഏപ്രിൽ ആകുമ്പോൾ CGLൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് 2026 ആ ടൈമിൽ CGL നമുക്ക് അന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ, ഏപ്രിൽ 2026 ഒക്കെ ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ അതേ ടൈമിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആകും. അതായത് ഏപ്രിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2026 CGLൻ്റെ എക്സാം ഡേറ്റ് ജൂലൈ ഓഗസ്റ്റ് ആണ് എക്സാം ഡേറ്റ്. അപ്പോൾ ഇപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു വർഷമുണ്ട് നിങ്ങളുടെ CGL എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് CGL നെക്സ്റ്റ് ഇയറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ CGLലെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷനാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ കൂടുതലായിട്ട് സ്കോർ ചെയ്യും, എങ്ങനെ അതിലെ ആ നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ SSC CGLൻ്റെ ആ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടയർ 1ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ വെയിറ്റേജ് ആണ് അല്ലേ. ജനറൽ ഇൻ്റലിജൻസിന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, QA അതായത് മാത്സ് 25, ഇംഗ്ലീഷ് 25. ഫസ്റ്റ് ടയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ വെയിറ്റേജ് ആണ്, എല്ലാം 25 ആണ്. 2 മാർക്ക് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 200 മാർക്കിനാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. 200 മാർക്കിനായിരിക്കും. അപ്പോൾ ടയർ 2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇംഗ്ലീഷിൻ്റെ കേസിൽ കണ്ടോ നിങ്ങൾ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 45 ക്വസ്റ്റ്യൻ ആണ് ടയർ 2ൽ ഇംഗ്ലീഷ് വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യന് 3 മാർക്കായിരിക്കും. 45 ക്വസ്റ്റ്യൻ ആണ് ടയർ 2ൽ ഇംഗ്ലീഷ് വരുന്നത്. അപ്പം ബാക്കി എല്ലാം ഏതാണ്, മാത്സ് 30 ക്വസ്റ്റ്യൻ, റീസണിങ് 30 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഇംഗ്ലീഷിനാണ്. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷിന് ആ ഒരു നെഗറ്റീവ് കൂടുന്നത് കാരണമാണ് മിക്കപ്പോഴും നമ്മുടെ റാങ്ക് അത്രത്തോളം പിന്നിലോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് തന്നെ ആ ഒരു CGL നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷിന് എന്തൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏതൊക്കെ പോർഷൻസാണ് നിങ്ങൾ ഇപ്പോഴേ നോക്കേണ്ടത്? അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ ഓരോ വേർഡും എടുത്ത് നോക്കിയാൽ അത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എക്സാമിനൊക്കെ പോകുമ്പോൾ നോർമലി എല്ലാവരും പറയുന്ന ഒരു രീതിയുണ്ട്, ഗ്രാമർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് CGLൻ്റെ കേസ് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇംഗ്ലീഷ് കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഗ്രാമർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിന് മെയിനായിട്ടും നമ്മൾ അതിൽ ഓരോ വേർഡും എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു സെൻറ്റൻസ് തരികയാണ്, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലേ. അവിടെ ഷീ എന്ന് പറയുന്നത് എന്താണ്? ഷീ എന്ന് പറയുന്നത് ഇവിടെ പ്രോനൗൺ ആണ്. ഷീ എന്താണ്? പ്രോനൗൺ ആണ്. ആൻഡ് ഇസ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്പിംഗ് വെർബ് അല്ലേ. ആണോ? ഹെൽപ്പിംഗ് വെർബ് ആണോ? ഇവിടെ മെയിൻ വെർബ് ഉണ്ടോ?
ഇല്ല. അപ്പോൾ നമ്മുടെ ഇസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇസ് ആണ് അവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത്. എ എന്താണ്? എ ആണ് അവിടുത്തെ ആർട്ടിക്കിൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടിഫുൾ ആണ് അഡ്ജക്റ്റീവ്. ആൻഡ് ഗേൾ എന്ന് പറയുന്നത് അവിടുത്തെ എന്നാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിലെ ഓരോ വേർഡും എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അവിടെ എന്താണ് എറർ എന്നൊക്കെ ഉള്ളത് അനലൈസ് ചെയ്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ദെൻ എവിടെയൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് അറിഞ്ഞിരിക്കണം. ടെൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് നിശ്ചയിക്കുന്നത് തന്നെ എന്താണ്? ടെൻസ് ആണ്. സോ ടെൻസ് അറിഞ്ഞിരിക്കണം. വോയിസ് ചേഞ്ചസ് അറിഞ്ഞിരിക്കണം അല്ലേ. ആക്റ്റീവ് വോയിസ് ആണ്, പാസീവ് വോയിസ് ആണ്. അപ്പം നമ്മൾ എന്താണ് ആ ഒരു വോയിസ് ചേഞ്ച് എന്താണ് അത് അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ റീസണിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ജനറൽ സയൻസ് ആണെങ്കിലും GK ആണെങ്കിലും എല്ലാം പഠിക്കുന്നത് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് നോക്കുന്നത് ഇത് കഴിഞ്ഞ് നിങ്ങൾ പോസ്റ്റിലിരിക്കുമല്ലോ, എന്തായാലും ജോലി കിട്ടും, ജോലി കിട്ടാനാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞൊരു പോസ്റ്റിൽ നമുക്ക് വരുന്ന എല്ലാ ഫയലും കാര്യങ്ങളും എല്ലാം ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ യൂസ് ചെയ്തേക്കുന്ന ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് വേണ്ടി മാത്രമല്ല എന്ന് നിങ്ങൾ എന്തായാലും ഓർക്കണം. നമുക്ക് നമ്മുടെ അങ്ങോട്ടേക്കുള്ള ഫ്യൂച്ചറിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ്. ആ ഒരു ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജോലിയിൽ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഒരു കീറാമുട്ടി എന്ന രീതിയിൽ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ബേസിനെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള ഇഷ്ടംപോലെ ടൈം ഒരു 2 മാസം നിങ്ങൾ ഈ ഒരു ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇംഗ്ലീഷ് ആ ഒരു കീറാമുട്ടിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായിട്ട് മാറും. അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പിന്നെ അപ്പോൾ ഇതെല്ലാം ഒരു സെറ്റായി കഴിഞ്ഞാൽ ഈ ഒരു പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസ്, വോയിസ് ചേഞ്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, അപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? റീഡിങ്. അപ്പോൾ എല്ലാവരും പറയും റീഡിങ് ന്യൂസ് പേപ്പർ വായിക്കുക, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു. നമുക്ക് അതൊക്കെ വായിച്ച് നന്നായിട്ട് അറിയാമായിരുന്നെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ നിങ്ങൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 8, 9, 10 സ്റ്റുഡൻസിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കാണുമല്ലോ അല്ലേ. നിങ്ങളുടെ ബ്രദേഴ്സിൻ്റെയോ സിസ്റ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ അടുത്ത വീഡിയോയിൽ നിന്നൊക്കെ ടെക്സ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അതിലുള്ള സ്റ്റോറീസും അതൊക്കെ ആദ്യമേ വായിച്ചിട്ട് ഓരോന്നിൻ്റെയും ഇപ്പോൾ ആ ഒരു എന്താണ് അതിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ സെൻറ്റൻസുകൾ വാക്കുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എങ്ങനെ ചേഞ്ച് ആകുമെന്ന് ടെസ്റ്റ് ചെയ്യാം. ഫ്യൂച്ചർ സെൻറ്റൻസിലോട്ട് മാറ്റണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണമെന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫാസ്റ്റ് ആക്കണമെങ്കിൽ അവിടെ എന്തിൻ്റെ ഒരു സെൻറ്റൻസിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ അത് ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സെക്ഷനുമായിട്ട് ക്ലിയർ ആവുള്ളൂ. അപ്പം നമ്മൾ വായിക്കേണ്ട നമുക്ക് ഏറ്റവും പരിചയമില്ലേ കുറച്ചും കൂടെ വായിക്കാൻ എളുപ്പമുള്ള ഇങ്ങനെയുള്ള ടെക്സ്റ്റുകളും കാര്യങ്ങളും എടുത്ത് വെച്ച് വായിക്കാം. അതിനുശേഷം അതൊന്ന് സെറ്റായി വായിക്കുന്ന സെറ്റാവുന്നുണ്ട്, നിങ്ങൾക്ക് സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നെ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്റ്റേബിൾ ആ ഒരു സൈഡ് എത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂസ് പേപ്പർ റീഡിങ്ങിലോട്ട് മാറാം. അപ്പം റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മൾ അപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ന്യൂസ് പേപ്പറിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ആ ഒരു ലെവൽ നമ്മൾ കൂടിക്കൊണ്ട് പോവാം. ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ വൊക്കാബാണ്. അപ്പോൾ വൊക്കാബിന് ഷോർട്ട് കട്ടും കാര്യങ്ങളും ഒന്നുമില്ല, വൊക്കാബ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പം കുറേശ്ശെ ഡെയിലി ബേസിസിൽ കുറേശ്ശെ വൊക്കാബ് പഠിച്ചു തന്നെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ആവും. ഇഷ്ടംപോലെ ടൈമുണ്ട്, നല്ല രീതിയിൽ നിങ്ങൾക്ക് 1 വർഷം സമയമുണ്ട്. അപ്പോൾ ആ 1 വർഷത്തിൽ ഈ ഒരു 2 മാസം ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസ്, അതായത് ഗ്രാമർ, ഇങ്ങനെയുള്ള പോർഷൻസിന് ഒന്ന് സമയം കൊടുത്ത് അതൊന്ന് സെറ്റായതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് വൊക്കാബും അതുപോലെ റീഡിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെ കിട്ടും ഇതിൻ്റെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നില്ല, എവിടെ നോക്കി ഇതെല്ലാം പഠിക്കും? ഇത്രയാണ് പഠിക്കേണ്ടത്, എവിടെ നോക്കി പഠിക്കും? അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ AZD അക്കാഡമി SSC CGL 2026 ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസിൽ അടങ്ങിയിട്ടുള്ളത് പോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസ്, പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ ഉള്ള കണ്ടന്റുകളെല്ലാം, വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇംഗ്ലീഷ് എല്ലാം നല്ല രീതിയിൽ നിങ്ങളുടെ പോർഷൻസ് പോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ആ പാക്കേജ് ആയിട്ട് നിങ്ങളുടെ കോഴ്സിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തിരിച്ച് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യം 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള സെക്ഷൻസ്, മെയിൻ ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസ്, വോയിസ് ചേഞ്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, അപ്പോൾ ഇത് ഇത്രയും സെറ്റാക്കി എടുക്കുക. ദെൻ പതുക്കെ റീഡിങ്, അതോടൊപ്പം തന്നെ വൊക്കാബും സ്റ്റാർട്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബേസിക് എല്ലാം നിങ്ങൾക്ക് സെറ്റാവും. പിന്നെ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, സെക്ഷണൽ വൈസുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മാറ്റം മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ബേസ് അറിയില്ല, നമുക്ക് ഗ്രാമർ അറിയില്ല, അതുകൊണ്ടായിരുന്നു ഇത്ര നാളെ തെറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ എളുപ്പമാണല്ലേ. പിന്നെ നമ്മുടെ എക്സാം നല്ല രീതിയിൽ മോക്ക് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഇംഗ്ലീഷൊക്കെ എന്താവും, സെറ്റാവും. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് എല്ലാം സെറ്റ് ആവട്ടെ. അപ്പോൾ ഇംഗ്ലീഷിന് ഡൗട്ട് ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു ഹെൽപ്പ് വേണം എന്നുള്ളവർക്ക് നമ്മുടെ കോഴ്സിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും താങ്ക്